പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 നമുക്ക് ഭക്തിയോടെ ദൈവവചനം ശ്രവിക്കാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അധ്യായം 19, 28 മുതൽ 36 വരെയുള്ള ദൈവവചന ഭാഗമാണ് നമ്മൾ ശ്രവിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 28, 36. അച്ഛൻ ആദ്യം അതൊന്ന് വായിക്കാം. വചനഭാഗം വിശുദ്ധ ഗ്രന്ഥം കയ്യിലുള്ളവരൊന്ന് എടുക്കണമെന്ന് അറിയിക്കുകയാണ്. യേശു ഇത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. കുരിമലയ്ക്കരികെയുള്ള ബെത്ഫഗെ, ബെഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ച് അയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ അവരോട്, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന അവസ്ഥ. അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അച്ഛനറിയാം, നമ്മള് ഈ വചനധ്യാനം, ഈ വചനത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ കേരളത്തിലായിരിക്കുന്ന സമയത്ത് എവിടെയൊക്കെ ധ്യാന പ്രസംഗങ്ങൾ 5 ദിവസത്തെ ധ്യാനങ്ങൾ നടത്തിയിട്ടുണ്ടോ അന്ന് മുഴുവനും 2 മണിക്കൂറിൽ കുറയാതെ ഈ വചനത്തെ അധികരിച്ചുകൊണ്ട് അച്ഛൻ വചന പ്രഘോഷണം നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് എനിക്കറിയാം നമുക്ക് 2 മണിക്കൂറൊന്നും ഇല്ല എന്ന്. 2 മണിക്കൂറൊക്കെ അച്ഛൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ പോലും ഈ ലൈനിൽ ഉണ്ടാവില്ല എന്ന് അച്ഛനറിയാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഏറ്റവും നട്ട്ഷെല്ലായിട്ടുള്ളത്, കോർ ആയിട്ടുള്ള കാര്യം നമ്മളൊന്നും മനസ്സിലാക്കുന്നത് ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കാര്യം വിശദീകരിച്ച് പറയാതെ അതിന്റെ ആന്തരാർത്ഥത്തിലേക്ക് നമ്മൾ വരികയാണ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എങ്ങനെയാ? നിങ്ങൾ ഗ്രാമത്തിലേക്ക് പോകുക. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. എന്തുകൊണ്ടാണ് ഗ്രാമത്തിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളുടെയും സമൃദ്ധി നമ്മൾ കാണുന്നത് എപ്പോഴും പട്ടണങ്ങളിലാണ്. എല്ലാ കാര്യങ്ങളുടെയും വസ്തുക്കളുടെയും വ്യക്തികളുടെയും സമൃദ്ധി നമ്മൾ കാണുക പട്ടണങ്ങളിലാണ്. നമുക്കറിയാം, കൂടുതൽ ആളുകളെ കാണണമെങ്കിൽ ഗ്രാമത്തിലേക്ക് പോയിട്ട് കാര്യമില്ല, പട്ടണത്തിൽ ചെല്ലും. തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ആളുകളെ കാണാം. ഇനി വലിയ വലിയ കെട്ടിടങ്ങൾ കാണണമെങ്കിൽ, അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കാണണമെങ്കിൽ ഗ്രാമത്തിൽ പോയിട്ട് കാര്യമില്ല, പട്ടണത്തിൽ പോകാം. ഇനി ഏതെങ്കിലും വലിയ ആഘോഷങ്ങൾ, തിമിർത്ത് തകർത്ത് ചെയ്യുന്ന ആഘോഷങ്ങൾ, അത് പാട്ടാകട്ടെ, ഡാൻസ് ആകട്ടെ, ഗാനമേളയാകട്ടെ, സിനിമയാകട്ടെ, എന്തായാലും അത് കാണണമെങ്കിലും പട്ടണത്തിൽ പോകണം, ഗ്രാമത്തിൽ പോയിട്ട് കാര്യമില്ല. ഇനി റോഡ് തിങ്ങി നിറഞ്ഞു ഓടുന്ന വാഹനം കാണണമെങ്കിൽ ഗ്രാമത്തിൽ പോയിട്ട് കാര്യമില്ല, നേരെ മറിച്ച് പട്ടണങ്ങളിൽ പോകണം. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഗ്രാമത്തിലേക്ക് ചെല്ലുക, അവിടെ ഇതാ ഇങ്ങനെ കാണുമെന്ന്. എന്ന് വെച്ചാൽ എന്താ? ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗ്രാമങ്ങൾ എപ്പോഴും, പ്രിയപ്പെട്ടവരെ ഓർക്കുക, ആത്മീയത നിറഞ്ഞ സ്ഥലങ്ങളാണ്. ഒന്ന്, ഗ്രാമങ്ങൾ എപ്പോഴും ആത്മീയത നിറഞ്ഞ സ്ഥലങ്ങളാണ്. ഒന്ന്, പക്ഷെ അധികം വിശദീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൃത്യ പോയിന്റ് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയാണ്. 2, ഗ്രാമങ്ങൾ എപ്പോഴും ആത്മാർത്ഥതയും നിഷ്കളങ്കതയും ഉള്ള സ്ഥലങ്ങളാണ്. എന്താ അങ്ങനെ പറയുന്നതെന്ന് വിശദീകരിക്കാതെ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഈ അമേരിക്കയിലായാലും ഇനി കേരളത്തിലായാലും
നിഷ്കളങ്കതയും ആത്മാർത്ഥതയും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ ഗ്രാമങ്ങളാണോ പട്ടണങ്ങളാണോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഗ്രാമത്തിലേക്ക് ചെല്ലുക. അവിടെ അപ്പോൾ ഗ്രാമങ്ങൾ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ്. മൂന്നാമത്തെ പ്രത്യേകത, ഗ്രാമങ്ങളുടെ പ്രത്യേകത, ഗ്രാമങ്ങളിൽ ഉള്ളവർ അധ്വാനിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. പൗലോസ്ലീഹ ഇങ്ങനെയാണ് പറഞ്ഞത്, അധ്വാനിക്കുന്നവന് പറ്റിക്കാനായി അർഹതയില്ല എന്ന്. സ്വന്തം നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കണമെന്ന്. ഗ്രാമങ്ങളിലുള്ളവർ അധ്വാനിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ പട്ടണങ്ങളിലുള്ള അധ്വാനിക്കുന്നില്ല എന്നാണോ അതിന്റെ അർത്ഥം? അധ്വാനിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നോ? മറ്റുള്ളവരെ പറ്റിക്കാനും കപടമാർഗത്തിലൂടെയോ ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെയോ അയത്ന ലളിതമായി എന്ന് പറഞ്ഞാൽ വലിയ പ്രയത്നം കൂടാതെ പണം ഉണ്ടാക്കാൻ ജീവിക്കുന്ന വ്യക്തികൾ കുറേയുണ്ട്. അപ്പൊ ഗ്രാമങ്ങളിൽ ഉള്ള മനുഷ്യര് അധ്വാനിക്കുന്നവരാണ്. പകലന്തിയോളം അധ്വാനിച്ച് കിട്ടുന്നതുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ സുഖകരമായി ജീവിക്കുന്ന വ്യക്തികളാണ്. കർത്താവ് അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഗ്രാമത്തിലേക്ക് ചെല്ലുക എന്ന്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അച്ഛനെ 3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് ചെല്ലുക എന്നതിന്റെ അർത്ഥം അപ്പൊ എന്താ? അത് നമ്മൾ ആത്മാർത്ഥതയുള്ളവരായിരിക്കണം, നമ്മൾ നിഷ്കളങ്കരായിരിക്കണം, നമ്മൾ അധ്വാനശീലമുള്ള വ്യക്തികളായിരിക്കണം. ഓർക്കെന്ന് പറയാം നമുക്ക് ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം നമുക്ക് ഹല്ലേലൂയ. ആരെയെങ്കിലും പറ്റിച്ചോ വഞ്ചിച്ചോ ഒക്കെ പണം ഉണ്ടാക്കി ജീവിക്കുന്നതിനേക്കാൾ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിച്ച് സ്വന്തം പ്രയത്നത്തിൽ സന്തോഷം കണ്ടെത്തി അതിൽ ആനന്ദിക്കാനും നമുക്ക് ഓരോരുത്തർക്ക് സാധിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ, ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിലൊക്കെ ഒരു വലിപ്പമുണ്ട്, അതിനൊക്കെ ഒരു മൂല്യമുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഗ്രാമത്തിലേക്ക് ചെല്ലുക. ഗ്രാമത്തിന്റെ അടുത്ത പ്രത്യേകത ഇതാണ് പ്രിയപ്പെട്ടവരെ, ഓർക്കണം. ഗ്രാമങ്ങള് എപ്പോഴും ആത്മാർത്ഥതയുള്ള വ്യക്തികളാണ്. ഗ്രാമങ്ങളിൽ എപ്പോഴും ആത്മാർത്ഥതയും പ്രത്യേകിച്ച് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഡീവിയേറ്റ് ചെയ്യപ്പെടാത്ത ജീവിതം ഉള്ള സ്ഥലങ്ങളാണ് ഗ്രാമങ്ങൾ. അമേരിക്കൻ അന്തരീക്ഷത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊക്കെ മനസ്സിലാകും. ഗേ റിലേഷൻഷിപ്പ്, അതായത് ഒരേ വർഗത്തിൽപ്പെട്ടവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു, വിവാഹങ്ങൾ കഴിക്കുന്നു, അവർ കുടുംബമായി ജീവിക്കുന്നു. പുരുഷനും തമ്മിൽ, സ്ത്രീയും തമ്മിൽ അങ്ങനെ വിവാഹം കഴിക്കുന്നതും പറഞ്ഞ് ജീവിക്കുന്നു. നമുക്കിത് അമേരിക്കയിലായാലും ലോകത്തിലെവിടെയായാലും ഗ്രാമങ്ങളിൽ കാണാൻ പറ്റും. പട്ടണങ്ങളിലാണ് ഇങ്ങനെയുള്ളതൊക്കെ നടക്കുന്നത്. അപ്പൊ ഗ്രാമങ്ങൾ വിശുദ്ധിയുടെ സ്ഥലമാണ്, ഗ്രാമങ്ങൾ ആത്മാർത്ഥതയുടെ സ്ഥലമാണ്, ഗ്രാമങ്ങൾ പരിശുദ്ധിയുടെ സ്ഥലമാണ്. ഈശോ വ്യക്തമായിട്ട് ഈ വചനത്തിൽ പറഞ്ഞു, ഇതിനെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോവുക എന്ന്. അതിന്റെ 5ാമത്തെ അർത്ഥം, ഒരർത്ഥം കൂടിയാണ് അച്ഛൻ അതിനെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഗ്രാമത്തിന്റെ അർത്ഥം, ഗ്രാമങ്ങൾ എപ്പോഴും പ്രിയപ്പെട്ടവരെ അത് ധാരാളിത്തത്തിന്റെ അടയാളമല്ല, നേരെ മറിച്ച് എല്ലാ തരത്തിലും എളിമയുടെ അല്ലെങ്കിൽ ഇല്ലായ്മയുടെ എന്ന് പറയാൻ പറ്റില്ല, സാധാരണത്വത്തിന്റെ അടയാളമാണ്. എന്നാൽ പട്ടണങ്ങളാകട്ടെ എല്ലാ അർത്ഥത്തിലും ധാരാളിത്വത്തിന്റെ അടയാളമാണ് പട്ടണങ്ങൾ. പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞാല്, ഗ്രാമങ്ങളിൽ എത്ര റെസ്റ്റോറന്റുകൾ ഉണ്ടാവും? പട്ടണങ്ങളിൽ എത്ര റെസ്റ്റോറന്റ് ഉണ്ട്? ഇനി ഗ്രാമങ്ങളിൽ വസിക്കുന്ന വ്യക്തികളുടെ ആളുകളുടെ വീടുകളിൽ എത്ര ഇലക്ട്രിക് ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്? നിസ്സാരം, അത്യാവശ്യത്തിന് മാത്രം. പട്ടണങ്ങളിലാകട്ടെ
വീടുകളെ കുളിപ്പിക്കുന്ന വിധത്തിൽ ലൈറ്റുകൾ ഉപയോഗിക്കുന്നു. ഇനി ഉപയോഗിക്കുന്ന ഫർണിച്ചറിന്റെ കാര്യം, പട്ടണങ്ങളിൽ എത്രമാത്രം എന്ന് ചോദിച്ചാൽ വീട്ടിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര ഫർണിച്ചർ ഉപയോഗിക്കുന്നു. ഗ്രാമങ്ങളിലാകട്ടെ അത്യാവശ്യത്തിന്. ഓർക്കണം, ഗ്രാമങ്ങളിലേക്ക് പോകാൻ പറഞ്ഞാൽ കർത്താവ് ശ്രമിക്കുക അതിന് വലിയ അർത്ഥങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. അത് കർത്താവ് നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഉറക്കെന്ന് പറയാൻ നമുക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം കേരളത്തിൽ നിന്നും വന്നിട്ടുള്ളത് അമേരിക്കയിലെ ഗ്രാമങ്ങളിലായിരിക്കില്ല താമസിക്കുന്നത്. പക്ഷെ ഗ്രാമീണതയുടെ വിശുദ്ധിയും നിഷ്കളങ്കതയും അനാർഭാടവും ആത്മാർത്ഥതയും ഇതൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിലനിർത്തുവാനും വെച്ചു പുലർത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എല്ലാവരും ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ഓർക്കണം, നമ്മുടെയൊക്കെ വീടുകൾ ലോകത്തിൽ എവിടെ ജീവിച്ചാലും ലാളിത്യത്തിന്റെ അടയാളമായിരിക്കണം, മുഖമുദ്രയുണ്ടായിരിക്കണം. നമ്മുടെയൊക്കെ വീടുകള് ധാരാളിത്തത്തോടെ ഉള്ള ഒരു ശൈലി ആകരുത്. അത് ഭക്ഷണമാകട്ടെ, ശീലങ്ങളാകട്ടെ, വസ്ത്രമാകട്ടെ, യാത്രാ ഉപാധികളാകട്ടെ, ജീവിത സാഹചര്യങ്ങളാകട്ടെ, പണമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഗ്രാമത്തിലേക്ക് ചെല്ലുക എന്ന് കർത്താവ് പറഞ്ഞത് നമ്മൾ അനുസരിക്കുന്നുവെങ്കിൽ ഇതുപോലെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ ലോകം മുഴുവൻ അത്ഭുതത്തോടെയും ആദരവോടെയും കാണുന്ന രണ്ട് വ്യക്തികൾ. ഒന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി, രണ്ട് ഭാരതത്തിന്റെ മഹാത്മാഗാന്ധി. ഓർക്കണം, ഇവര് രണ്ടുപേരും, ഫ്രാൻസിസ് അസീസി ജനിച്ചതാകട്ടെ ഏറ്റവും വലിയ ആ സ്ഥലത്തെ ആ പരിസരത്തെ ഏറ്റവും വലിയ പ്രഭുവിന്റെ മകനായി ജനിച്ചു, പ്രഭുകുമാരനായി വളർന്നു, എല്ലാ സൗകര്യങ്ങളും ജീവിച്ചു, ഒക്കെ വിട്ടുപേക്ഷിച്ചു. ഇനി ഗാന്ധി എന്ന മനുഷ്യനാകട്ടെ, ഗാന്ധി, അദ്ദേഹമാകട്ടെ ആ ഇന്ത്യയിലെ ഗുജറാത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥലത്തെ പ്രമാണിയുടെ മകനായി ജനിച്ചു, വളർന്നു, ഒക്കെ ഉപേക്ഷിച്ചു. ആകെ ഒരു ഉടുക്കാനൊരു മുണ്ടും ഒരു പുതമുണ്ടും മാത്രമായി ജീവിതകാലം മുഴുവൻ ജീവിച്ചു. ഓർക്കണം, വിൻസ്റ്റൺ ചർച്ചിൽ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അർദ്ധനഗ്നനായ ഫക്കീർ എന്ന്. പക്ഷേ ഇന്നിതാ ഈ പറഞ്ഞ വ്യക്തിയുടെ ബ്രിട്ടീഷ് രാജ്യത്തിലെ, ബ്രിട്ടനിലെ പാർലമെന്റിന്റെ മുന്നിൽ എല്ലാ ബഹുമാനത്തോടും ആദരവോടും കൂടി ഈ മഹാത്മാഗാന്ധിയുടെ പ്രതിമ, ഒരു ചെറിയ മുണ്ടും ഒരു പുതമുണ്ടും എടുത്ത് നിൽക്കുന്ന പ്രതിമ ഇന്ന് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഇവരൊക്കെ ആർഭാടത്തോടെ ജീവിച്ചതുകൊണ്ടല്ല, ഇവരൊക്കെ പട്ടണങ്ങളിലെ ആർഭാടങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയതുകൊണ്ടല്ല, നേരെ മറിച്ച് ലാളിത്യം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും ഔന്നത്യം കൊണ്ടും ഒപ്പം വിശുദ്ധി കൊണ്ടും ഒക്കെ ജീവിതത്തെ നിറച്ചു വെച്ച് ജീവിച്ചതുകൊണ്ടാണ്. ഫ്രാൻസിസ് അസീസി പുണ്യവാൻ രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാതും വേണ്ടെന്ന് വെച്ചിട്ട് മഹാപ്രഭുവിന്റെ മകനായി ജനിച്ച് പ്രഭു കുമാരനായി ജീവിച്ചതോ ആ സൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു, എല്ലാ ആർഭാടങ്ങളും വേണ്ടെന്ന് വെച്ചു, ലാളിത്യത്തിന്റെ പരകോടിയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ, എന്നിട്ട് ദാരിദ്ര്യത്തെ സ്വന്തം വധുവായി സ്വീകരിച്ച ആ സമയം തൊട്ട് ഫ്രാൻസിസ് അസീസി പുണ്യവാൻ അറിയപ്പെടാൻ തുടങ്ങി രണ്ടാമത്തെ ക്രിസ്തു എന്ന്. കുറച്ചെന്ന് പറയാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമേർത്തി പറയാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഒരു കാര്യം
സ്നേഹം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആരിൽ നിന്നെങ്കിലും ഉത്തരം കിട്ടുമെന്നാണ് അച്ഛൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പല സ്ഥലത്തും ധ്യാനിപ്പിച്ച സമയത്ത് ചോദിച്ചിട്ട് ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത്ര സിമ്പിൾ ചോദ്യമല്ല. പെട്ടെന്ന് എടുത്ത് ചാടി ഉത്തരം പറയരുത്. കാരണം നമ്മൾ ഉത്തരം പറഞ്ഞാലും നമ്മൾ നമ്മളോട് തന്നെ ആത്മാർത്ഥത പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ചോദ്യം ഇതാണ്. വളരെ സിമ്പിൾ ചോദ്യമാണ് എന്ന് തോന്നും, പക്ഷെ അത് ഗൗരവേറിയതാണ്. ലോകത്തില് ഒന്നാമത്തെ ക്രിസ്തു അത് ദൈവം തമ്പുരാന്റെ മകൻ യേശു. രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്നതും കത്തോലിക്ക പേരിൽ വിളിച്ചിരിക്കുന്നതും അത് ഫ്രാൻസിസ് അസീസി പുണ്യവാൻ. എന്നാൽ മൂന്നാമത്തെ ക്രിസ്തു ഇതുവരെ ഉണ്ടായിട്ടില്ല. ചോദ്യം ഇതാണ്, ഈ സമൂഹത്തില്, നമ്മുടെ ഈ സമൂഹത്തിലെ ആർക്കെങ്കിലും മൂന്നാമത്തെ ക്രിസ്തു ആകാൻ ആഗ്രഹമുണ്ട്? അതിനുവേണ്ടി പരിശ്രമിച്ചു ഉണ്ടെന്നുള്ളവർ ഉറക്കെ ഞാൻ മൂന്നാമത്തെ ക്രിസ്തു ആയിക്കോളാമെന്ന് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. അത്ര ധൈര്യമില്ല. മുൻകൂട്ടി ജാമ്യം എടുത്തിരിക്കുകയാണ്. ഇത് ഭയങ്കര ക്വസ്റ്റ്യൻ ആണോ? ക്വസ്റ്റ്യനാണ്. ഉത്തരം വെരി ഇഷ്ടം. ഫ്രാൻസിസ് പാപ്പായാകും. പ്രിയപ്പെട്ടവരെ ഓർക്കണം, അച്ഛൻ അല്പം ഇങ്ങനെ ഒരു പരസ്യമായി പറഞ്ഞെങ്കിൽ ഇന്നത്തെ കാലഘട്ടം ഇത് ആവശ്യപ്പെടുന്നുണ്ട്. ഈ കാലഘട്ടം ഇത് ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഞാൻ ഉൾപ്പെടുന്ന നമ്മളെല്ലാവരും ഭൗതികതയുടെ അതിപ്രസരത്തിൽ മുഴുകിയിട്ട് എന്താണ് ആത്മീയ ജീവിതമെന്നും അതിന്റെ അന്തസ്സത്ത എന്താണെന്നും അതിന്റെ അർത്ഥവും അതിന്റെ എന്താ പറയുക അതിന്റെ ഒക്കെ ഗൗരവം എന്താണെന്ന് നമ്മൾ പലപ്പോഴും, നമ്മൾ എന്ന് ഞാൻ പറയുന്നേക്കാളും കുറച്ചുകൂടെ ആത്മാർത്ഥയോടെ പറഞ്ഞാൽ ഞാൻ പലപ്പോഴും മറന്നുപോകും. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാൻ കാണിച്ചു തരുന്ന വലിയൊരു മാതൃകയാണ്. നമ്മുടെയൊക്കെ ഭാരതത്തിന്റെ അഭിമാനമായ മഹാത്മാഗാന്ധി കാണിച്ചു തരുന്ന വലിയ മാതൃക. ഇവർ രണ്ടുപേരും ജനിച്ചത് ദാരിദ്ര്യത്തിലല്ല, വളർന്നത് ദാരിദ്ര്യത്തിലല്ല. ജനിച്ചതും വളർന്നതും എല്ലാ സൗകര്യങ്ങളുമാണ്. എന്നാൽ ഇവരതൊക്കെ വിട്ടുപേക്ഷിച്ചെങ്കിൽ ഇവിടെ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വേണ്ടേ, ചെയ്യണ്ടേ, കർത്താവിനെ പ്രതി ഒരു ആദർശത്തോടെ ആവേശത്തോടെ കർത്താവിനെ പ്രതി മുന്നിട്ടിറങ്ങാനായിട്ട് വേണ്ട. എനിക്ക് ഈ ലോകത്തിന്റെ ആകർഷണങ്ങൾ വേണ്ട, ലോകത്തിൻ്റെതായ ആർഭാടങ്ങൾ വേണ്ട, ലോകത്തിൻ്റെതായ ഒരു സുഖങ്ങളും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലാളിത്യത്തിലേക്കും സന്തോഷത്തിലേക്കും അനാർഭാടങ്ങളിലേക്കും ആത്മാർത്ഥതയിലേക്കും കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാലേ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസം നിലനിൽക്കുകയുള്ളൂ. ആ വിശ്വാസം നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇതിലെ ഒന്നോ രണ്ടോ സഹോദരിമാർ പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ആയാൽ മതി എന്നൊക്കെ. എന്തുകൊണ്ടാണ്? അദ്ദേഹം പാവങ്ങളിലെ ദരിദ്രരെ കണ്ണുനീര് കണ്ടു, ആരോരും ഇല്ലാത്തൊരു വേദന കണ്ടു. അദ്ദേഹം ജോലിക്കാരുടെ കൂടെ ഭക്ഷണം കഴിച്ചു, ഹോട്ടൽ തൊഴിലാളികളുടെ ഒപ്പം ഇരുന്നു ഭക്ഷിച്ചു, അവരുടെ ഒപ്പം ജീവിച്ചു. നമുക്ക് പറ്റണം പ്രിയപ്പെട്ടവരെ, ലാളിത്യത്തിലേക്ക്, ആത്മാർത്ഥതയിലേക്ക്, വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ ഇന്ന് കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അച്ഛൻ ഈ വചനത്തിന്റെ കുറേയേറെ അർത്ഥഭാഗങ്ങൾ വചനഭാഗങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അത് അച്ഛൻ ഓരോന്നോരായെന്ന് പറഞ്ഞു തരുന്നതാണ്. നമ്മളെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കും. ഈശോ പറഞ്ഞു, നിങ്ങൾ ഗ്രാമത്തിലേക്ക് പോവുക. മനസ്സുകൊണ്ടെങ്കിലും ഗ്രാമത്തിന്റെ വിശുദ്ധിയും ഗ്രാമത്തിന്റെ നൈർമല്യവും ഗ്രാമത്തിന്റെ പരിശുദ്ധിയും ഗ്രാമങ്ങളുടെ ആത്മാർത്ഥതയും ഗ്രാമങ്ങളുടെ അനാർഭാടവും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ ഈശോ നമ്മളെ എല്ലാവരെയും
അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ തുറന്നു പിടിച്ച് ആൾത്താരിൽ നിന്നുകൊണ്ടുള്ള ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പാഠങ്ങൾ ഭൗതികമായ ഞങ്ങളുടെ മക്കൾക്ക് പാഠങ്ങൾക്ക് സുഖലോലിക്കും വിടുതൽ തരണേ യേശുവേ. ഞങ്ങളുടെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു ദൈവമേ. ഞങ്ങളങ്ങേ ഞങ്ങളോട് ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യുന്ന തിരുവചനത്തിന്റെ ശക്തിയ കൂട്ടാശക്തിയാൽ കർത്താവേ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ, കൊച്ചുകുട്ടികളെ അനുഗ്രഹിക്കണമേ, വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ, എല്ലാവരെയും ആശീർവദിക്കണമേ. നമ്മൾ കർത്താവിശ്വസിക്കാരുടെയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.